അതെ, ഈ സാധനങ്ങളെല്ലാം വെച്ചതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ കൂടെ നോക്കട്ടെ. എന്തിനാ നോക്കണേ? എല്ലാം ഉണ്ട്. അതെ, ഹാൾ ടിക്കറ്റ് വേണം, ID കാർഡ് വേണം, ഫോട്ടോ വേണം, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മറ്റേ ഹാളിൽ കയറ്റൂ. എനിക്ക് പുതിയൊരു പെൻസിൽ വാങ്ങണം. എന്തിനാ പെൻസിൽ? ഇങ്ങനെ ബബിൾ ചെയ്യാൻ പെൻസിൽ വേണ്ടേ? അല്ല, ഇതിപ്പോ എന്തിന്റെ പരീക്ഷ? PSC പരീക്ഷ. എനിക്കറിയാലോ, നീ സ്ഥിരം അതല്ലേ എഴുതുന്നത്. അതല്ല, ഇതിപ്പോ എന്താവാനുള്ള പരീക്ഷ? ഇത് LDCD അടി. ഏട്ടൻ അയച്ചതാ, ചോദിക്കണ്ടാവുന്നു. അതൊന്നും പഠിച്ചിട്ടില്ലേ? ഇറങ്ങിയാലോ? ഇത് എവിടെയാ പരീക്ഷ? എവിടെയാ? ഇത് തൃശ്ശൂര് പൂത്തോള്. പൂത്തോളോ? അങ്ങനെ സ്ഥലം കൊറേ ദൂരെയാണേ. ഒരുപാട് ദൂരെ. അതെ, ഞങ്ങൾ വരാൻ വൈകും. ഏട്ടാ, ഒരു കുപ്പി വെള്ളം കൂടി എടുക്കായിരുന്നു. അതെന്തിനാ? ആർട്ടിക്കൽ ചോദ്യപേപ്പർ കാണുമ്പോൾ കുടിക്കാനാണ്. എനിക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യ്, പിന്നെ വരാൻ എന്തായാലും രാത്രിയാവും. അപ്പൊ ഇവളാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഒരു ഭാഗം കഴിക്കില്ല. എന്തുണ്ടാക്കും? ചപ്പാത്തി ഉണ്ടാക്കും. ആ പാക്കറ്റ് ചപ്പാത്തി പോരാട്ടാ, നീ പരത്തി ഉണ്ടാക്കണം. ഞാൻ പരത്തും. ചിക്കനും ചിക്കൻ വാങ്ങിച്ചോ? വേണ്ട, പൈസ വേണ്ട, ഞാൻ മേടിച്ചോളാം. അല്ലെങ്കിൽ തന്നേക്കടാ, ചെലപ്പോ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കില്. 500 ഉള്ളല്ലേ? ഏട്ടാ ഏട്ടാ, അതിലെന്റെ ബുക്കുണ്ടോ PSCയുടെ? ഓ, ഇത്ര കാലം നീ പഠിച്ചിട്ടില്ല, പിന്നെയാണ്. മോളെ, ഇതെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കണം നീ. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി PSC ജമന്തി എന്നൊക്കെ പറയില്ല നിന്നെ. ഇറങ്ങാൻ പാ. പോയിട്ട് വരട്ടെ. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. അച്ഛനോട് പറയണോ? അയ്യോ, അച്ഛനോട് പറയണ്ട. അച്ഛൻ്റെ ഫോട്ടോ കണ്ട ഫോട്ടോ പോയിട്ട് വരാട്ടോ. ടാറ്റാ. ടാറ്റാ. വേഗം വരാമേ. ഇല്ല. 400 150 കുറച്ച്. 400 350. 350 നേരെ നോക്കണേ ഇങ്ങോട്ട്. ഓ, 250 എഴുതിയത് തെറ്റിപ്പോയി. ഇനി അടുത്ത് 250 ഗുണം 3 650. 650 അടി 750. അയ്യോ, അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? അത് സുന്ദരേശൻ 250, നടരാജൻ 250, പിന്നെ ബാബുവിന് 250, അങ്ങനെ 750. എനിക്കൊരു 5 രൂപ തരും. ഞാൻ കടം വാങ്ങി ഫ്രണ്ടിന്റെ. തക്കിളി, നീ ഇതുവരെ കുളിച്ചില്ല കേട്ടാ? ഞാൻ കുളിക്കാം. അവിടെ പഠിത്തമില്ല, കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. എന്തിന് സാധനങ്ങൾ മേടിക്കാനില്ലേ? കൊണ്ടുവന്നേ. എന്ത്? ഞാൻ പറയാം, ഞാൻ എഴുതാം. തിങ്സ് ടു ബൈ. എഴുതിക്കേ നീ. പറ. ഉള്ളി. പുളി. പുളിയല്ലടി, ചിറ്റല്. എത്രയാ? 1 കിലോ എഴുതിക്കോ. 1 കിലോ. 2. 1 കിലോ ഉള്ളിയുടെ വില. ഉള്ളി 1 കിലോ. പിന്നെന്താ? വെളുത്തുള്ളി. കൊണ്ടുവന്നേ. 1 മണിക്കൂർ പിടിക്കും. എന്തിനു പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. വെളുത്തുള്ളി 150 മതി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇരിപ്പുണ്ട്. സ്വഭാവത്തിൽ ആവശ്യത്തിനുണ്ടല്ലോ. ഇല്ല, പച്ചമുളക് വേണ്ട കേട്ടാ. പച്ചമുളക് ഉണ്ട്. വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ 1 കിലോ മേടിക്കാൻ കാശുണ്ടെങ്കിൽ മേടിച്ചോ കേട്ടാ. ഇപ്പൊ 1/2 കിലോ ഞാൻ എഴുതണുള്ളൂ. ചിക്കൻ 2 കിലോന്റെ മേടിച്ചോ. പിന്നെന്താ വേണ്ടത്? അയ്യോ, മഞ്ഞപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടി ചെറിയ പാക്കറ്റ് മതി. കല്യാണം മോനെ, ഇത്ര സാധനങ്ങൾ മേടിക്കണം. സാധനം മേടിക്കാം. പൈസ എന്റെ പൈസ അല്ലേ ഏട്ടാ തങ്ക? നീ ചുമ്മാ ആവശ്യമില്ലാതെ അത് ഞാൻ പറഞ്ഞു. ഇപ്പോഴൊന്നും ഈ 2 ദിവസം കഴിഞ്ഞ് മേടിക്കണം. എന്റെ കയ്യിലുണ്ട്. അരിക്കളത്തിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ്. മാറ്റിയായിരുന്നു. ഇവിടെ ഇരിക്കായിരുന്നു അല്ലേ? അതെ. ഇതിന് പോയി സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടോ? വേഗം ചെല്ല്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ചിക്കനെ തിന്നുള്ളൂ? ഇപ്പോ ഈ വീട്ടിൽ എന്ത് ചിക്കൻ വേണോ നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് മേടിച്ചു തരാൻ പറ്റുമോ? മേടിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, മീനൊന്നും പോരെ? ചിക്കൻ തന്നെ വേണം. ചിക്കനൊക്കെ കൊടുത്തു. ക്ലീറ്റ ഇത് കനകനൊക്കെ ഉണ്ണാനുണ്ടാവുന്നേ രാത്രി. അതിന് വേണ്ടിട്ട് മേടിക്കണല്ലേ? അവന്റെ വീട്ടിൽ കൊണ്ടുകൂടെ? അവൻ അവളെയും കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയേക്കല്ലേ.
എന്നാ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കണം. അല്ലാതെ പിന്നെ ഇതിന് നീ നമുക്ക് ഇഷ്ടമല്ല നീ ഹോട്ടലിലെ ഭക്ഷണം അമ്മ അവിടെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടല്ലേ ഈ പറയണേ. അപ്പൊ ആಗಳಿಗೆ വേണ്ടി ചിലവാക്കാൻ നിന്റെ കാശുണ്ട് അല്ലേടി? ഞാൻ എന്തേലും ചോദിച്ചാ 5 പൈസ തരത്തില്ല. അതിന് ക്ലീറ്റ് എന്തിനാ ദേഷ്യപ്പെടണേ? ഞാൻ കാര്യം പറയട്ടെ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ അടിച്ച നോട്ടേ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നിട്ട് വേഗം അങ്ങ് ഉണങ്ങി കിട്ടി. അതിന്ന് പറഞ്ഞു എടുത്തതാ. കുഴപ്പമുണ്ടോ? എന്താടേ അവൻ തന്ന കാശാ, അല്ലാതെ എന്റെ എവിടെ ഇരിക്കണു? അവൻ തന്ന കാശാണെങ്കിൽ പിന്നെ ഇതിപ്പോ 500 രൂപയ്ക്കൊന്നും മേടിക്കണ്ട, ഒരു 400 രൂപയ്ക്കൊക്കെ മേടിച്ചാൽ മതി. എന്തോ എന്താ പറഞ്ഞേ? 400 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ മതിയല്ലോ. ആണോ? 500 രൂപയ്ക്ക് കൃത്യ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളാം. പിന്നെ വാങ്ങാൻ പോണ എന്തെങ്കിലും ഗുണം വേണ്ടേ? വേണ്ട. 100 രൂപ ഞാൻ എടുക്കും. എത്ര? 50 രൂപയൊക്കെ എടുക്കാം. എന്താന്ന്? 25 രൂപ എന്തായാലും എടുക്കാം. ഒരു പൈസ എടുക്കണ്ട. എനിക്ക് ചായ വേണ്ട, തോയം വേണം. എനിക്കാണേ മുട്ടായി അഡീഷണൽ ഉണ്ട് വലുത്. അവനെ വാങ്ങാൻ പോണ ഞാനല്ലേ, എനിക്കറിയാം ഇതെല്ലാം പകുതി വെച്ച് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ മിണ്ടരുത്. ഒന്നുമില്ല, ജസ്റ്റ് ചുമ്മാ